നമസ്കാരം. ഞങ്ങളുടെ തുർക്കി യാത്രയിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ 2 സ്ഥലങ്ങളിലായിട്ടാണ് പോകുന്നത്. ഒന്നൊരു ബോട്ട് യാത്രയാണ്, ഒന്ന് ഞങ്ങളൊരു കേബിൾ കാറിൽ യാത്ര ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ. അതിൻ്റെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പിയറിലോട്ട് ഹിൽ. അതൊരു വലിയ കുന്നുംപുറമാണ്. ആ കുന്നിൻ്റെ മുകളിൽ ആണ് ഈ പറയുന്ന കേബിൾ കാർ. അപ്പോൾ കേബിൾ കാറിൽ യാത്ര ചെയ്ത് തിരിച്ച് എമിനോനു എന്ന് പറയുന്ന സ്ഥലത്ത് വന്നതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ ഒരു ബോട്ട് സർവീസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ബസ്സിൻ്റെ ഇൻഫർമേഷനൊക്കെ എടുത്തു. ആ ബസ്സിൻ്റെ ടൈം നോക്കി കറക്റ്റ് സമയത്ത് തന്നെ ബസ് വന്നു. ഞങ്ങൾ ആ ബസ്സിൽ പിയറിലോട്ട് ഹില്ലിലേക്ക് ഒരു കുത്തനെയുള്ള കയറ്റാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നല്ലോ, ഈ പറയുന്ന ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മിക്കവാറും വലിയ വലിയ കുന്നുകളാണ്. ഈ കുന്നുകളൊക്കെ ഓരോ സിറ്റികളും കൂടിയാണ്. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ടാവും. നിരവധി ടൂറിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എനിക്ക് തോന്നുന്നത് ഒരു പള്ളിയുടെ ോടനുബന്ധിച്ചുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്ത ഒരു ഏരിയയാണ്. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ മൃതദേഹങ്ങളും മറവ് ചെയ്തു. അതിൻ്റെ ഒക്കെ ോടനുബന്ധിച്ച് ചില ആരുടെ ശരീരമാണ് മറവ് ചെയ്തിരിക്കുന്നത്, അയാളുടെ പേരും അയാൾ ജനിച്ച വർഷവും മരണപ്പെട്ട വർഷവും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ച് കാണാം. അപ്പം ഈ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ തുർക്കിയുടെ ഒരു വലിയ ഒരു ഭാഗം തന്നെ നമുക്ക്, ആ ഇസ്താംബൂളിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്ര കുത്തനെയുള്ള, അത്രയും ഉയരമുള്ള ഒരു മലയാണിത്. ഇതിന് പിയറിലോട്ട് ഹിൽ എന്നാണ് ഇതിന് പറയുക. ഇവിടുന്ന് തന്നെ ആ കാഴ്ച കാണാമല്ലോ. അപ്പം തുർക്കിയുടെ ഈ ബോസ്ഫറസ് കടലിടുക്ക്, അതായത് യൂറോപ്പിനെയും അതുപോലെ തന്നെ ഏഷ്യനെയും വേർതിരിക്കുന്ന ഒരു കടലാണ്. അപ്പോൾ ഈ കരിങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു വഴിയും കൂടിയാണിത്, ഈ ബോസ്ഫറസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഈ മലയുടെ ഏറ്റവും മുകളിൽ നമ്മൾ കയറുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഇസ്താംബൂളിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെ, നമുക്ക് ദീർഘത്തിലുള്ള ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ആൾക്കാരെ ശരീരം വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിൽ ആളുടെ പേരും കാര്യങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യം തന്നെയാണ് തുർക്കിയുടെ മനോഹരമായ കാഴ്ച. ഉച്ച സമയത്തുള്ള കാഴ്ചയാണിത്. ഉച്ചയായിട്ടില്ല, ഒരു 11:30-12 മണിയാകുന്ന സമയമാണ്. ഞങ്ങളെന്തായാലും ഓരോ രാത്രി ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കാണ്, റൂമിലെത്തുമ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലേറ്റായിട്ടൊക്കെയാണ്. കാരണം ഉറങ്ങേണ്ട ഒരു ഇതുള്ളതുകൊണ്ട് ഒരു 10-10:30 റൂമിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. മാത്രമല്ല, മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഈ പോയ സമയത്ത് അവിടുത്തെ അസ്തമയം എന്ന് പറയുന്നത് വൈകിട്ട് 8 മണിയൊക്കെ 8:30 ആവും. അപ്പോൾ അതുവരെയും നമുക്ക് സമയമുണ്ട്. പിന്നെ 8:30 എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഒരു സന്ധ്യാസമയത്തിൻ്റെ ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുക. മാത്രമല്ല നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ മിക്കവാറും ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും, മെയ് ജൂൺ ജൂലൈ ഈ ഒരു സമയത്തൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും. അത് തണുപ്പ് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് ഡിസംബർ നല്ലതാണ്. പക്ഷേ പകലിൻ്റെ ആ ദൈർഘ്യവും കുറയും. 3:30-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അസ്തമയമാവും എന്നൊക്കെയാണ് പറയുന്നത് വൈകിട്ട്. ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അവിടുന്ന് നമ്മൾ ഈ കേബിൾ കാറിനൊന്നും വലിയ ഇതൊന്നും എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു 10 ലിറയോ 15 ലിറയോ മറ്റാണ് ഞങ്ങളോട് വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ ആ കേബിൾ കാറിൻ്റെ അവിടത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേയുള്ള ഒരു
സ്ഥലത്തും ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ കേബിൾ കാറിൽ കയറി. അധികം ദൂരമൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് ഒരു 500 മീറ്ററോ 1 കിലോമീറ്ററോ അതിൻ്റെ ഇടയിൽ ഉള്ള ഒരു യാത്ര തന്നെയാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾക്കൊരു കയറാനുള്ളൊരു കൊതി കാരണം ഞങ്ങൾ ഈ കേബിൾ കാറിൽ കയറി. മാത്രമല്ല അതിൽ കയറുമ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ ആകാശ ദൃശ്യം പോലെ നമുക്ക് കിട്ടും. ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ഒരു താഴ്ന്നു പറക്കുന്നൊരു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എടുക്കുന്നൊരു ചിത്രം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആ തുർക്കിയുടെ ആ കാഴ്ചകളൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ കേബിൾ കാറിൽ 8 പേർക്ക് ഇരിക്കാം. 4 പേര് ഒരു സൈഡിലും 4 പേര് അപ്പുറം സൈഡിലും. അപ്പോൾ ഞങ്ങളങ്ങനെ ആ കേബിൾ കാറിൽ ഏറ്റവും മുകളിൽ കയറി മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു ട്രിപ്പാണ് കേബിൾ കാറിൻ്റെ ഒരു ട്രിപ്പാണ്. അപ്പം ഞങ്ങൾ താഴെ ഇറങ്ങി എമിനോനു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഈ എമിനോനു നിന്ന് ഞങ്ങൾക്കൊരു ബോട്ട് സർവീസ്, ഞങ്ങൾ പാക്കേജ് പ്രകാരം പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ട്രാവൽസുകാരുണ്ട്. അപ്പോൾ ആ ട്രാവൽസിൽ പോയിട്ട് നമുക്ക് അവരോടുമായിട്ട് സമയവും നമുക്ക് പറ്റിയ സമയമൊക്കെ ചോദിച്ച് വെക്കുകയാണെങ്കിൽ അവർ ഒന്നുകിൽ നമ്മൾ ഹോട്ടൽ റൂമിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ അവർ പറയുന്ന സമയത്ത് നമ്മൾ ആ സ്ഥലത്തെത്തിയാൽ മതി. ഒരു സ്പോട്ട് പറഞ്ഞു തരുന്ന സ്ഥലത്ത് വന്ന് നിന്നാൽ മതി. അപ്പോൾ അതിന് വളരെ ചെറിയ പൈസയേ ഉള്ളൂ. ഇപ്പം ഞങ്ങളീ പോകുന്ന ഇതിന് ഒരാൾക്ക് 4 ബീഡിയാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ബോട്ടിൻ്റെ അകത്ത് നമുക്ക് കോഫിയൊക്കെ ഫ്രീ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചോ അല്ലെങ്കിൽ ഡിന്നറോ അങ്ങനെയുള്ള രാവിലത്തെ ആണെങ്കിൽ ലഞ്ച് നമുക്ക് അടക്കമായിരിക്കും, വൈകിട്ടാണെങ്കിൽ ഡിന്നർ അടക്കമായിരിക്കും. ആ ഡിന്നർ അടക്കമാണെങ്കിൽ നമ്മൾ 8 ബീഡി, അതായത് നമ്മളെ നാട്ടിലെ ഇത് കൂട്ടുകയാണെങ്കിൽ ഒരു 1600 1700 രൂപയൊക്കെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-5 മണിക്കൂർ നമുക്ക് ഈ ബോട്ടിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇറങ്ങി ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു. ഞങ്ങൾ എന്തായാലും ഒരു 3 മണിക്കാണ് അവരവിടെ എത്താൻ പറഞ്ഞത്. അപ്പോൾ 3 മണി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ഈജിപ്ഷ്യൻ ബസാറുണ്ട്, ഈജിപ്ഷ്യൻ ബസാറിൽ ഒന്ന് കയറി. ഇതൊരു ഒരുപാട് പഴക്കം ചെന്ന ഒരു ബസാറാണ്. ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ബസാറാണ്. അതിനിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല എന്ന് തന്നെ പറയാം. അത്രയും തിരക്കേറിയ ഒരു മാർക്കറ്റ് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെയുള്ള ഈ സ്വീറ്റ്സാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ നട്ട്സ്, സ്വീറ്റ്സ്, മറ്റുള്ള ഒരുപാട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഒരു കിച്ചണിൻ്റെ അകത്തേക്കുള്ള ആവശ്യങ്ങൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെ സ്പൈസസ്. നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ മധുരമുള്ള ആൾക്കാരൊന്നും ഈ ഷുഗറുള്ള ആൾക്കാരൊന്നും കഴിയുന്നതും പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയതേ. കാരണം നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് അവർ കഴിപ്പിക്കും. അത്ര മധുരമുള്ള സാധനങ്ങളാണ്. നമുക്ക് ഒരു അറ്റത്തു നിന്നിട്ട് മറ്റേ അറ്റത്തെത്തുമ്പോഴത്തേക്കും തന്നെ നമ്മൾ സ്വീറ്റ്സ് കഴിക്കുന്ന സ്വീറ്റ്സ് ഇഷ്ടപ്പെട്ടോളും ഒക്കെ തന്നെ വയറ് നിറയും. അതുപോലെ തന്നെ പല സ്പൈസസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ചായ, കാപ്പി. ഞങ്ങളവിടുന്ന് പല ഫ്ലേവറിലുള്ള കാപ്പിയും അതുപോലെ തന്നെ ചായയൊക്കെ പല ആൾക്കാരും തന്നു. അതൊക്കെ ഇതിൻ്റെ ഫ്ലേവറും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള കോഫിയോ അല്ലെങ്കിൽ ചായയോ ഏതാണെന്നുള്ളതെന്ന് വെച്ചാൽ നമുക്കത് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വാങ്ങിക്കണം നിർബന്ധിക്കൊന്നുമില്ല, നിങ്ങൾ കുടിച്ചു നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുക എന്ന് പറയും. അപ്പം ഞാൻ അവിടുന്ന് പല ഫ്ലേവറിലുള്ള 1-2 ചായ പൊടിയും അതുപോലെ തന്നെ ചില കോഫി ഫ്ലേവറുകളടങ്ങിയ ചില കോഫിയും ഒക്കെ ഞാൻ വാങ്ങിച്ചിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഒരു ബംഗ്ലാദേശുകാരനെയാണ് ഒരു ഷോപ്പിൽ പോയപ്പോൾ അവൻ ഹിന്ദി സംസാരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പം തന്നെ മനസ്സിലായി ഇന്ത്യക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അവൻ്റെ അടുത്ത് വാങ്ങിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഈ ബോട്ടിലേക്ക് കയറി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് തലേ ദിവസം ഞങ്ങൾ എമിനോന് വന്നപ്പോൾ അവിടുന്ന് ട്രാവൽസിൽ ഈ ബോട്ട് ജെട്ടിയിലെ അടുത്ത് ഒരുപാട് ട്രാവൽസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ വന്നിട്ട് നിങ്ങളെ പിക്ക് ചെയ്യാം,
അല്ലെങ്കിൽ നിങ്ങൾ വൈകിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പം 4 മണിക്ക് നമ്മൾ ഈ ബോട്ട് ഇവിടുന്ന് പുറപ്പെടും. അങ്ങനെ രാത്രി 8, അതായത് വൈകുന്നേരം 8:30 9 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. നമുക്ക് ആ സൺസെറ്റൊക്കെ കണ്ടുകൊണ്ട് വരാമെന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 തട്ടുള്ള ഒരു ബോട്ടാണ്, താഴെയും മേലെ ആയിട്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ മേലെ തന്നെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നേ അപ്പോഴത്തേക്ക് തന്നെ ആൾക്കാരൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ കിട്ടിയ സീറ്റിൽ ഞങ്ങൾ ഇരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ ഇങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആ വ്യൂ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നോക്കി ഞങ്ങൾ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ ഇരുന്നുകൊണ്ട് ആ ബോട്ടിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു, ഈ ബോസ്ഫറസ് കടലെടുക്കാറുണ്ട്, യൂറോപ്പിനെയും ഏഷ്യയും വേർതിരിപ്പിക്കുന്ന ഒരു ഭാഗത്ത് യൂറോപ്യൻ സൈഡിലോട്ട് തുർക്കി 2 ഭാഗത്തായിട്ടും കിടക്കുകയാണല്ലോ, ഏഷ്യൻ സൈഡും അതുപോലെ തന്നെ യൂറോപ്യൻ സൈഡും. അപ്പം ഈ ബോസ്ഫറസ് കടൽ ഇടുക്ക് എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ 2 കിലോമീറ്റർ, ചില സ്ഥലത്ത് 3, ചില സ്ഥലത്ത് 5 കിലോമീറ്റർ വരെയൊക്കെ വീതി ഉണ്ട്. അങ്ങനെ നിരവധി, എനിക്ക് തോന്നുന്നത് 4-5 പാലങ്ങളുണ്ട്. അതുപോലെ തന്നെ ടണലുമുണ്ട്, കടലിൻ്റെ അടിയിൽ കൂടെ റോഡുണ്ട്, അതുപോലെ തന്നെ മുകളിൽ കൂടെ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാലത്തിന് ഞാൻ 2-3 പാലം ഞങ്ങൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ, ഇത് ഒരു കേബിളിൻ്റെ മുകളിൽ കൂടിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2 അറ്റത്ത് 2 വലിയ തൂണ്, ആ തൂണിൻ്റെ മുകളിൽ നിന്ന് വലിച്ചു കെട്ടിയിരിക്കുന്ന ഇരുമ്പിൻ്റെ റാഡ്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ തൂങ്ങിയാണ് ഈ പാലത്തിൻ്റെ കിടപ്പ്. ഒരു 2 കിലോമീറ്ററിൻ്റെ മേലെ നീളം ഉള്ള അതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. അത് നമ്മൾ ആ പാലത്തിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്കത് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങോട്ട് നോക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങളൊക്കെ. പല ഭാഗത്തും പല കാഴ്ചകൾ, അപ്പുറത്തും ഇപ്പുറത്തും, യൂറോപ്യൻ സൈഡിലും ഇപ്പുറത്ത് ഇസ്താംബൂളിൻ്റെ സൈഡിലും. ഇസ്താംബൂൾ എന്ന് പറയുന്നത് യൂറോപ്യൻ സൈഡിലോട്ടാണ്. ഞങ്ങൾ വന്നിറങ്ങിയ ഏഷ്യൻ സൈഡിലാണ്, സാബിയ എയർപോർട്ടിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇസ്താംബൂളിലോട്ട് ഞങ്ങൾ പിന്നെ ടാക്സിക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചു. ഇസ്താംബൂളിലേക്ക് ഞങ്ങൾ ബഹ്റൈനിൽ റേറ്റ് നോക്കിയപ്പം ഭയങ്കര പൈസയാണ് കാണിക്കുന്നത് ഫ്ലൈറ്റിന്. അപ്പോൾ ഞങ്ങളെന്താ വെച്ചാൽ, ഇവിടെ വന്ന എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇസ്താംബൂൾ എയർപോർട്ടിലേക്ക് ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങൾ നേരെ സാബിയ എയർപോർട്ടിലേക്ക്, അത് ഏഷ്യൻ സൈഡിലുള്ള, അവിടത്തേക്ക് എപ്പോഴും റേറ്റ് കുറവായിരിക്കും. അത് സത്യമായിരുന്നു, അവിടത്തേക്ക് റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ടാക്സിക്ക് ഞങ്ങൾ ഇസ്താംബൂളിൻ്റെ ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് പിന്നെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് ഈ ഏരിയ. ഇപ്പോൾ യമനോനിലേക്കൊക്കെ എനിക്ക് തോന്നുന്നത് 2-3 കിലോമീറ്റർ മാത്രമേ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ളൂ. അപ്പോൾ അവിടെ യമനോനാണ് മെയിനായിട്ടുള്ള ആൾക്കാർ വന്ന് പല ഭാഗത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെ ബോട്ട് സർവീസ് തന്നെയാണ്. നമ്മൾ ഈ പാക്കേജ് എടുത്ത് വരുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനെ വന്ന് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇവരുമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ പല റേറ്റും അവർ പറയും, ഇന്ന സ്ഥലത്തേക്ക് ഇത്ര എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഫുഡ് എടുക്കാമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത് 8 BD എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് ചെറിയ കഴിയുന്ന റെസ്റ്റോറൻറ്റുകൾ ഒഴിവാക്കി നമ്മൾ ഈ ഒരുപാട് തട്ടുകടകളുണ്ട്, നമ്മുടെ നാട്ടിൽ തട്ടുകടകൾ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ വളരെ ചെറിയ റേറ്റേ അവിടെ വരുന്നുള്ളൂ. റെസ്റ്റോറൻറ്റ് കയറി കഴിഞ്ഞാൽ അത് വലിയ പിന്നെ ടൂറിസ്റ്റുകളെ കണക്കാക്കിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന, അതിൻ്റെ അനുസരിച്ച് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞില്ല, ആ കാണുന്നതാണ് ആ പാലം എന്ന് പറയുന്നത്. ഒരു 2-2.5 കിലോമീറ്റർ. ഇത് ഒരറ്റത്തുള്ള തൂണാണ്, പിന്നൊരു തൂണെന്ന് പറയുന്നത് മറ്റേ അറ്റത്താണ്. ഇത് കുറച്ചുകൂടി ഞാൻ ഈ പാലത്തിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് 2 കരയിലും 2 വലിയ തൂണ്, അതിനോട് ഈ ഇരുമ്പിൻ്റെ വടം വലിച്ച് കെട്ടിയിരിക്കുന്ന രണ്ട് കരയിലേക്കും വലിച്ച്
ഘടിപ്പിച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ആണ് മറ്റേ അറ്റത്തേക്കുള്ള തൂണിലേക്ക് ഈ ഇരുമ്പ് വടം, എനിക്ക് തോന്നുന്നത് ഒരു 4-5 ഇരുമ്പ് വടം അങ്ങോട്ടേക്ക് വലിച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇതിനെ തൂക്കിക്കൊണ്ട് ചെറിയ ചെറിയ ഇരുമ്പ് വടം വേറെയും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നിപ്പ്. നമ്മൾ അതിൻ്റെ അടിയിൽ എത്തുമ്പം നമുക്കതിൻ്റെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ശരിക്കും അറിയാമെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതം തന്നെയാണ് ഞാൻ നോക്കിയെടുത്തത്. എത്ര ഈ കടലിൻ്റെ എത്രയോ മുകളിൽ കൂടെ, കാരണം അടിയിലൂടെ ഷിപ്പ് പോകുന്നുണ്ട്, മറ്റുള്ള ബോട്ട്, ഞങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ട്, ഇതൊക്കെ ഇതിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത്രയും ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതും ഒരു തൂണിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ 2 ഭാഗത്തും വെച്ച് വലിയ ഒരു പില്ലർ വാർത്ത് അതിൻ്റെ മുകളിൽ നിന്ന് അതിനെ സ്റ്റേ ആയിട്ട് 2 വലിയ വടം നമുക്ക് കാണാത് കരയിലോട്ട് കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്ന, കരയിലായിട്ട് കൊടുത്തിരിക്കുന്ന അതിലേക്ക് അതിൻ്റെ സപ്പോർട്ടായിട്ട് ആ തൂണിന് ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ വലിച്ചു നിർത്തിയിരിക്കുന്നത് കരയിലോട്ട്. അതാ ഈ ഇടത്ത് ഭാഗത്തുള്ളത് 2 അങ്ങോട്ടേക്ക് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഈ തൂണിന്ന് ഇതാണ് ഒരു തൂണ്. ഇനിയിപ്പം അടുത്ത പില്ലർ എന്ന് പറയുന്നത് മറുകരയിലാണ്. ഈ ചെറിയ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇതിനെ താങ്ങി ഇതിൻ്റെ മുകളിൽ നിന്ന് മെയിനായിട്ടുള്ള ആ വടത്തിൻ്റെ മുകളിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വലിച്ചു താത്തിരിക്കുന്ന കുറേ ഇരുമ്പിൻ്റെ വടം വേറെ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഈ പാലം നിൽക്കുന്നത്. കണ്ടോ, വലിയ വാഹനങ്ങൾ പോകുന്നത്, ബസ്സൊക്കെ പോകുന്നത് കണ്ടോ. ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു അത്ഭുതം തന്നെയായിട്ടാണ് തോന്നിയത്. ഈ ഇരുമ്പിൻ്റെ വടത്തിൻ്റെ മുകളിലൊക്കെ താങ്ങി നിർത്താൻ പറ്റുന്ന അത്രയും 2-2.5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാലം, മറ്റൊരു സപ്പോർട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് അക്കരെ വരെ നമുക്കുണ്ടാവും. അത് അങ്ങേ അറ്റത്ത് ഇതേമാതിരി തന്നെ ഒരു തൂണ് അവിടെയും കാണാം. ഇതിൻ്റെ ഇടയിൽ ഒന്നുമില്ല, ഒരു സപ്പോർട്ടില്ലാതെ ഇതിനെ ഇങ്ങനെ നിർത്തിച്ചിരിക്കുകയാണ്. ഇതാ ആ അക്കരെ ഇത് 2.5 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാലം, ഒരു സപ്പോർട്ടും താഴെ നിന്ന് ഇല്ലാതെ 2 കരയിലുള്ള 2 വലിയ പില്ലറിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് രാടത്തിൻ്റെ മുകളിൽ ഈ ഇരുമ്പ് റോഡുണ്ടല്ലോ, ഇരുമ്പിൻ്റെ വടം, അതിൻ്റെ മുകളിൽ തൂങ്ങി നിർത്തുന്ന ഒരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെയുള്ള 2-3 പാലം ഞങ്ങൾ അവിടെ കണ്ടു. എനിക്ക് തോന്നുന്നതിൽ കൂടുതലുണ്ടെന്നാണ്. ഈ ബോസ്ഫറസ് കടലിനെ 2 ഭാഗത്തുമുള്ള യൂറോപ്യൻ സൈഡിനെയും ഏഷ്യൻ സൈഡിനെയും ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു. ഇതിൻ്റെ അടിയിൽ കൂടെ വേറെ റോഡും അതുപോലെ തന്നെ മെട്രോയും പോകുന്നുണ്ട് കടലിൻ്റെ അടിയിലൂടെ. അത് മറ്റൊരു അത്ഭുതം. അത് എനിക്ക് തോന്നുന്നത് 5 കിലോമീറ്ററോ മറ്റോ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങി ഫ്ലൈറ്റിൽ ഇറങ്ങി സാബിയ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ ടാക്സിക്ക് വരുമ്പോൾ ഈ ടണലിലൂടെയാണ് ഞങ്ങൾ എമിനൂന് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി ഒക്കെ കഴിഞ്ഞു. സൺസെറ്റിൻ്റെ സമയം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൺസെറ്റ് ആകും. പക്ഷേ എന്നാലും വെളിച്ചമൊക്കെ 8:30-9 മണി വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതിപ്പം ഒരു പാലം കഴിഞ്ഞു, 2ാമത്തെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇത് കണ്ടോ, ഇതതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് 2 അറ്റത്തുള്ള ആ പാലത്തിൻ്റെ കിടപ്പ്. അപ്പം ഈ ഇരുമ്പിൻ്റെ വടം താഴ്ന്ന് സെൻറ്ററിലെത്തുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പാലവുമായിട്ട് ഒരു 4-5 അടി ഉയരം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് അതിൻ്റെ ഇത് പോകുന്നത്. ഇത് ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെ വടം ഇങ്ങനെ താഴ്ന്ന് പോകുന്നത്. മുകളിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പായി വന്ന് ഏറ്റവും സെൻറ്ററിലെത്തുമ്പോഴത്തേക്ക് അത് ഏറ്റവും താഴ്ന്ന് കിടക്കും. അവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. നമുക്ക്
പാക്കേജിനൊക്കെ പോകുമ്പോൾ എന്ന് പറയുന്നത് അത് ഒരു വലിയ സംഖ്യ തന്നെ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വലിയ പൈസയാണ് അവർ പറഞ്ഞത്. ഞാൻ ആദ്യം പാക്കേജിൽ പോകാമെന്നെല്ലാം വിചാരിച്ചിരുന്നു. എയർ ടിക്കറ്റ് ഇല്ലാതെ തന്നെ ഒരാൾക്ക് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മിനിമം 210 BD എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 4 പേരാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം ടിക്കറ്റ് ഇല്ലാതെ തന്നെ ഞങ്ങൾക്കൊരു 800-ൻ്റെ മേലെ 850 BD-ൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി വരും. താമസമൊക്കെ അതിൽപ്പെടുന്നതായിരുന്നു. പക്ഷേ ഞാനത് കണക്കൂട്ടിക്കുമ്പോൾ അത്രയൊന്നും വന്നില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് അടക്കം ഞങ്ങൾക്കൊരു 650-700 BD ഞങ്ങൾക്ക് വന്നത്. അത് ടിക്കറ്റ് അടക്കാമെന്നേ. അപ്പം ടിക്കറ്റ് ഇല്ലാതെ പാക്കേജിന് അവർ പറഞ്ഞ് ഞങ്ങളോട് 800-ൻ്റെ മേലെ പറഞ്ഞിരുന്നു. അവിടുന്ന് ടിക്കറ്റും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 1000-ൻ്റെ ഒക്കെ മേലെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, അത്രയും നല്ല സേഫായ ഒരു രാജ്യമാണ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ജനങ്ങളൊക്കെ നല്ല ഇതാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ല, വളരെ ഓപ്പണാണ് ആൾക്കാരും, നിങ്ങൾ ടൂറിസ്റ്റാണെന്നുള്ളൊരു റെസ്പെക്റ്റോടും കൂടിയാണ് നിങ്ങളോട് പെരുമാറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. തുർക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ സൈഡിൽ ബൾഗേറിയ എന്ന് പറയുന്ന സ്ഥലവും ഏഷ്യൻ സൈഡിൽ പിന്നെ ജോർജിയ, അർമേനിയ, അതുപോലെ തന്നെ ഇറാൻ, ഇറാഖ്, സിറിയ, ഈ രാജ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏഷ്യൻ സൈഡിൽ എന്ന് പറയുന്നത്. ഏഷ്യൻ സൈഡിൽ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അർമേനിയയും അതുപോലെ തന്നെ ജോർജിയയും നമുക്ക് യൂറോപ്യൻ സൈഡിൽ നിന്ന് തന്നെ പറയാം. റഷ്യൻ രാജ്യം ആണെങ്കിൽ പോലും ഇപ്പോൾ അവർ യൂറോപ്യൻ യൂണിയനായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോകുന്ന ഒരു നാറ്റോയിലേക്കെല്ലാം കയറിക്കൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു രാജ്യങ്ങളാണ് അതൊക്കെ. അന്ന് റഷ്യയിൽ നിന്ന് USSR എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് വേർതിരിഞ്ഞ രാജ്യങ്ങളാണ് ഈ ജോർജിയ, അർമേനിയ, മോൾഡാവ, കസാക്കിസ്ഥാൻ, അതുപോലെ തന്നെ തുർക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അസർബൈജാൻ, ഇങ്ങനെയുള്ള കുറേ 10-14 രാജ്യങ്ങൾ ഇപ്പം യൂറോപ്പുമായിട്ടാണ് അവരെ കണക്ഷൻ കൂടുതലും. അപ്പോൾ ആ യൂറോപ്യൻ സൈഡിൽ നിന്നുള്ള ബൾഗേറിയ ഒരു ഭാഗത്തും, അതായത് കിഴക്കൻ ഭാഗത്ത് ബൾഗേറിയയും അതുപോലെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് ജോർജിയ, അതുപോലെ തന്നെ അർമേനിയ, പിന്നീട് നമ്മൾ ഏഷ്യൻ രാജ്യങ്ങളായ ഇറാനും ഇറാഖും, പിന്നെ സിറിയ, അത് കഴിഞ്ഞാൽ പിന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്ന സീ ഓഫ് മർമര എന്ന് പറയുന്നൊരു കടൽ, അതും കടന്നതിന് ശേഷമാണ് മെഡിറ്ററേനിയൻ. അപ്പോൾ ഇതൊരു ഒഴുക്ക് തന്നെ, അതായത് കരിങ്കടലിൽ നിന്ന് ബ്ലാക്ക് സീ എന്ന് പറയുന്നത്, അവിടെ നിന്ന് അതായത് വടക്ക് ഭാഗത്ത് കരിങ്കടൽ, അവിടെ നിന്ന് പിന്നെ ബോസ്ഫറസ്, ഈ പറയുന്ന 2 ഭാഗങ്ങളായി നിൽക്കുന്ന ബോസ്ഫറസ്, അതിനുശേഷം തിരിച്ച് സീ ഓഫ് മർമര, പിന്നെ മെഡിറ്ററേനിയൻ കടൽ. ഇതാണ് ഈ തുർക്കിയുടെ ഇടയിലുള്ള ഇത്. ഏതായാലും ഞങ്ങൾ യാത്ര കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ലേറ്റായി, 8:30 മണിയൊക്കെ ആയി. 4-5 മണിക്കൂർ യാത്ര, ഞങ്ങൾ ആ സമയം പോയതുപോലും അറിഞ്ഞില്ല. ഏതായാലും ഞാൻ ഈ വീഡിയോ, ഈ പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും കാണാം. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.